അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പന്നിയുടെ കോലത്തിൽ വരുന്നവർ അവരാരാണവർ? ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് തിന്നുകയും തീറ്റിക്കുകയും കൊടുത്തവരും കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ്. നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മൾ ചെറിയൊരു പള്ളിക്ക് കൊടുത്താലും ഒരു മദ്രസയ്ക്ക് കൊടുത്താലും ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താലും നമ്മൾ റമളാൻ മാസത്തിൽ നമ്മളിവിടെ നോമ്പ് തുറക്കാൻ കൊടുത്താലും ചിന്തിക്കണം, ഞാൻ പലിശയുമായി എൻ്റെ ഈ പണത്തിന് ബന്ധമുണ്ടോ എന്ന് സ്വമേധയാ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ കൊടുക്കാവൂ. അങ്ങനെ നിങ്ങൾ അതല്ല, അതൊരു നിസാരവൽക്കരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും പേരെ നിങ്ങൾ പലിശ തീറ്റിച്ചതിന് അള്ളാഹ് നിങ്ങൾ സമാധാനം പറയണം. എനിക്കതേയുള്ളൂ പറയാനുള്ളത്. നമ്മൾ ഇവിടുത്തെ കാര്യമല്ല ഞാൻ ഈ ചർച്ച. ആഖിറത്തിൽ നിങ്ങൾക്ക് കൈമലർത്താൻ പറ്റൂല, ആർക്കും കൈമലർത്താൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. അത് നമ്മുടെ നിലനിൽപ്പാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലെ ഒരു വലിയൊരു അനുഗ്രഹം. സമ്പത്ത് വലുതായിട്ട് കൂടുന്നു അള്ളാഹു അവരൊരുപാട് അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒന്നും കരുതരുത്. അങ്ങനെയല്ല, നമ്മുടെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായ സമ്പത്ത് അത് അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. അതിനുവേണ്ടി കച്ചവടം ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം. അതങ്ങനെയാണ് അതിൻ്റെ നിയമം. അതല്ലാതെ ചുളിവിലൂടെ ഉടായിപ്പിലൂടെ പണം സമ്പാദിക്കലല്ല അള്ളാഹുവിന് വേണ്ടത്. അതിനോട് അള്ളാഹുവിന് ഇഷ്ടവുമില്ല. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കോടാനകോടി പണം സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂന് കൊടുത്തു. ഖാറൂനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്തിൻ്റെ പേരിലാണ് ഖാറൂൻ ഈമാനും തെറ്റിയത്, ഇസ്ലാമിൽ നിന്നും വിട്ടത്. മൂസാ നബിയുടെ അനുയായിയായിരുന്ന ഖാറൂൻ പോലും മൂസാ നബിയെ ഉപേക്ഷിക്കാൻ കാരണം സമ്പത്താണ്. ഇന്ന് നമ്മൾ കൂടുതൽ പരിഗണന, അതായത് ഈ സമ്പത്ത് സമ്പാദിക്കുന്നതിൽ കൂടുതൽ പരിഗണന നൽകാത്തത് ഈ സമ്പത്തിൻ്റെ വിഷയത്തിലാണ്. ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാത്തത് സമ്പത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് സൂക്ഷിക്കും. ഒളു പോയി, അല്ലെങ്കിൽ ഒളു കുറഞ്ഞു, അല്ലെങ്കിൽ ഖളാ ആവും, ഖളാ ആയിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇതായിപ്പോവും, ജമാഅത്ത് പോയി, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ നമസ്കാരം അത് കബൂലിയത്ത് വരണമെങ്കിൽ നമ്മൾ തിന്നുന്നത് ഹലാലാവണ്ടേ? അതുകൊണ്ട് അവിടെയാണ് മൂലധനാണ്, റഅസുൽ മാൽ. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സമ്പത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമ, ഈ സമ്പത്ത് അല്ലാഹു തആല നമുക്ക് ഖിയാമൻ, അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ച വാക്കതാണ്. നമ്മുടെ നിലനിൽപ്പിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്ത് തന്നത്. നമുക്ക്, നമ്മുടെ മക്കൾക്ക് നമുക്ക് ജീവിക്കാനുള്ള വഴികൾ. പക്ഷേ ആ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ അനർഹമായ നിലയിൽ, അതിക്രമമായ നിലയിൽ, അധാർമികമായ നിലയിൽ നമ്മൾ ആ സമ്പത്തിനെ വാരിക്കൂട്ടാനാണ് ശ്രമമെങ്കിൽ ദുനിയാവിൽ നീ സമ്പന്നനായിരിക്കും, പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിൽ നീ ഫക്കീർ ആയിരിക്കും. നീ ഫക്കീർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഫക്കീറല്ല, അമല് കൊണ്ട്, നന്മ കൊണ്ട് നീ ഫക്കീറായിരിക്കും. ഒന്നുമില്ലാത്തവൻ. ദുനിയാവല്ല വിഷയം, ആഖിറം. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്. ദുനിയാവല്ല നമ്മുടെ വിഷയം, ആഖിറമാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര ലോൺ എടുത്താലും ആരും ചോദിക്കാനില്ല. നിങ്ങൾക്കും പൈസ കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ടല്ലോ. ഒരു സ്ഥലം വാങ്ങണം. ഒരു പക്ഷേ സ്വന്തം കച്ചവടത്തിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായിരിക്കാം. 10 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി 40 ലക്ഷം രൂപ ലോൺ എടുക്കും. അത് ഹലാലോ ഹറാമോ? എന്നിട്ട് നിസ്കാരമൊക്കെ ഇബാദത്തൊക്കെ പള്ളിയിൽ വരും, എല്ലാം നമ്മൾ ചെയ്യും. എന്താണ് ഈ പലിശയുടെ ഇടപാടുമായിട്ട് നമുക്കെന്താ ഒരു ബന്ധം ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്? എന്താ സാധിക്കാത്തത്? അതിനെക്കുറിച്ചൊരു ഫിക്ർ വെക്കാത്തത് എന്താ? അത് പലിശ അല്ലേ, ലോൺ എടുക്കണ്ടല്ലോ, അത് ഹറാമല്ലേ, അത് നമ്മൾ പലിശ കൊണ്ടല്ലോ, പണയം വെക്കൽ ഹറാമാണല്ലോ, എന്തിനാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതാണ് അവിടെ വിഷയം. നമ്മൾ കൂടുതൽ ആഡംബരങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും ചിന്തിക്കുമ്പോൾ നമ്മളുടെ റൂട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ റൂട്ട് തെറ്റിപ്പോകും. അപ്പോൾ ഉള്ളത് കൊണ്ട് ജീവിക്കുക, അതാണ് അള്ളാഹുവിനും ഇഷ്ടം, റസൂലിനും ഇഷ്ടം. ഒരു ടെൻഷനും ഇല്ല.
ഒരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് ബർക്കത്ത് എന്താണ്? ബർക്കത്ത്, സമ്പത്തിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ഖല്ല വഖഫ. അൽഹംദുലില്ലാഹ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, കടങ്ങളില്ല, ബാധ്യതകളില്ല, മറ്റ് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല, അൽഹംദുലില്ലാഹ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഇതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പന്നിയുടെ കോലത്തിൽ വരുന്നവർ അവരാരാണവർ? ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് തിന്നുകയും തീറ്റിക്കുകയും കൊടുത്തവരും കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ്. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ ചെറിയൊരു പള്ളിക്ക് കൊടുത്താലും ഒരു മദ്രസയ്ക്ക് കൊടുത്താലും ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താലും നമ്മൾ റമളാൻ മാസത്തിൽ നമ്മളിവിടെ നോമ്പ് തുറക്കാൻ കൊടുത്താലും ചിന്തിക്കണം, ഞാൻ പലിശയുമായി എൻ്റെ ഈ പണത്തിന് ബന്ധമുണ്ടോ എന്ന് സ്വമേധയാ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ കൊടുക്കാവൂ. അങ്ങനെ നിങ്ങൾ അതല്ല, അതൊരു നിസാരവൽക്കരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും പേരെ നിങ്ങൾ പലിശ തീറ്റി ചെയ്യുന്ന അള്ളാൻ്റെ നിങ്ങൾ സമാധാനം പറയണം. എനിക്കതേ ഉള്ളൂ പറയാനുള്ളത്. നമ്മൾ ഇവിടുത്തെ കാര്യമല്ല ഞാൻ ഈ ചർച്ച. ആഖിറത്തിൽ നിങ്ങൾക്ക് കൈമലർത്താൻ പറ്റൂല, ആർക്കും കൈമലർത്താൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അല്ല, നമ്മൾ കുറേ നിസ്കരിച്ചൊന്നും കൂട്ടിയിട്ടൊന്നും അള്ളാഹ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നിസ്കരിച്ചാലെന്ത്, നിസ്കരിച്ചില്ലല്ലോ എന്ത്. പക്ഷെ നിങ്ങൾ തിന്നുന്ന തീറ്റി ചാപ്പാട്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾ സമ്പാദിക്കുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഹലാലോ ഹറാമോ? അവിടെ എന്താ നമുക്കൊരു ടെൻഷൻ വരാത്തത്? എന്താ ആ വിഷയത്തിൽ എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത? നമ്മളവിടെ മുടന്തൻ ന്യായം കണ്ടെത്തരുത്. അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. ഹറാമാണോ? വേണ്ട. പലിശയാണോ? ആ ഇടപാടെന്ന് എനിക്ക് വേണ്ട. പലിശ ഇടപാടുമായിട്ട് എനിക്ക് വേണ്ട. എനിക്ക് ഇനി എത്ര കോടികൾ കിട്ടിയാലും എനിക്കത് വേണ്ട. ലോട്ടറി എനിക്കത് വേണ്ട. ഇനി എത്ര കോടി എനിക്ക് കിട്ടണം, എനിക്കത് വേണ്ട. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് പറയാൻ ആർക്കാ ഒരു ധൈര്യമുള്ളേ? എനിക്ക് വേണ്ട. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരു സഹോദരൻ്റെ ഈ പ്രസംഗം കേട്ടിവിടെ വന്നു, ഉസ്താദ് വീട് ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീട് വെക്കണം, മോൾക്ക് 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു, എടുക്കണോ വേണ്ട? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗം കേട്ടില്ലേ, എടുക്കണോ വേണ്ട എന്ന് നിങ്ങൾക്കല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ഇപ്പം പ്രസംഗിച്ചത്? എൻ്റെ വാക്കൊന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാ വേണ്ട ഉസ്താദേ, അല്ലാഹു തആല കടമില്ലാതെ അവർക്ക് വീട് പണിയാൻ ഭാഗ്യം കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യണം, അവരുടെ മനസ്സ് മാറി. എന്നാ വേണ്ട. ഇത് നമുക്ക് നമ്മളിത് സർവ്വസാധാരണമായി കാണുന്നു. ഈ ലോൺ എന്നൊക്കെ പറയുന്നവര് ഈ ലോൺ എടുക്കാൻ വേണ്ടി നിസ്കാരമുള്ള നല്ല വയസ്സായ ഉപ്പുപ്പമാരൊക്കെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ബാങ്കിൽ പോയി നിന്നിട്ട് ഒക്കെ മോളയും മരുമോനെയൊക്കെ കൊണ്ടുപോയി എഴുതിയെല്ലാം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ റബ്ബെ, ഉംറയ്ക്ക് പോകാൻ അപേക്ഷിക്കുന്ന പോലെ ഉണ്ട്. ഈസി. അവർക്കിത് വിഷയമല്ല. അല്ലാഹു അലം, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് പറഞ്ഞു, ഈ ഹറാമുകൾ തിന്നുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? മഹ്കുൽ ബർക്ക, ബർക്കത്ത് നശിച്ചു പോവും. യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. യംഹഖുല്ലാഹു റിബാ, പലിശയെ അല്ലാഹു നശിപ്പിക്കുന്നു. അയ്യുദ്ഹിബഹു ബിഅയ്യുദ്ഹിബ മാലഹു, അവന്റെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കും. മിൻ യദി സാഹിബി, ആ വ്യക്തിയുടെ കൈ കൊണ്ട് തന്നെ അവനെ നശിപ്പിക്കും. ഔ യുഹർരിമുഹു ബറകത മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അല്ലാഹു ബർക്കത്ത് എടുത്തു കളയും, ഹറാമാക്കും, നിഷിദ്ധമാക്കി കളയും. വയുആഖിബഹു അലൈഹി ബിഹി ഫിദ്ദുനിയ, ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ തന്നെ അവൻ വേദന അനുഭവിക്കേണ്ടി വരും. വയുആഖബു അലൈഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലും ആ ഹറാമിൻ്റെ സമ്പത്തിൻ്റെ പേരിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം. എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ, ഖുർആൻ ആയത്തിൻ്റെ വിശദീകരണമാണ്.
നിങ്ങൾ വേണേ മനസ്സിലായിക്കോളി. ഞാൻ ആരെയും പേടിപ്പിക്കാൻ ഭീഷണിപ്പെടുത്താനല്ല, മനസ്സിലാക്കിയ കൊള്ളാം. ആകൃതിപ്പെട്ട് കൈയും കാലും പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരുത്തനും വരില്ല. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വേണമെങ്കിൽ സൂക്ഷിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് സൂക്ഷിക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. പറ്റുന്നത് സൂക്ഷിക്കുക. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്താൽ അൽഹംദുലില്ലാ എനിക്ക് ഓടിക്കാൻ കൊള്ളാം, മാന്യമായ ഒരു വണ്ടി ഉണ്ട്, 3-4 ലക്ഷം രൂപ എടുത്താൽ കിട്ടും. അത് കളഞ്ഞിട്ട് പുതിയ വണ്ടി 5 ലക്ഷം ലോൺ എടുത്തിട്ട് തന്നെ എടുക്കാൻ പോണം. 5 ലക്ഷം ലോൺ എടുത്ത് എത്ര മാസം അടയ്ക്കും? 10 മാസം അടയ്ക്കും. നിങ്ങൾ ഈ ലോണൊക്കെ എടുത്ത് ബാങ്കുകാരുടെ അടുത്ത് പോയി നോക്കും, വണ്ടികൾ കിടക്കുകയാണ്. വണ്ടി കച്ചവടക്കാർക്ക് നല്ല ലാഭമാണ്. അവിടെ പോയിട്ട് അവരാ വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നല്ല 10-25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല ബിസിനസ് പരിപാടിയായത്. നേരെ ബാങ്കിൽ അവിടെ പോയാൽ മതി, അവന്മാർ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്ന വണ്ടി ഉണ്ടാവും. അവന്മാർക്ക് ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് അതിനെടുത്തിട്ട് വരാം, സുഖമായിട്ട് നമുക്ക് വിൽക്കാം, കച്ചവടം ചെയ്യാം. ആവേശത്തിൽ പോയി എടുക്കും, അങ്ങ് 2-3 മാസം പൈസ അടയ്ക്കും, പിന്നെ ഇല്ല. അപ്പോൾ ഒന്ന് ഡ്യൂ ആവുമ്പോൾ എന്തായി സംഭവം? 15 രൂപ അടയ്ക്കേണ്ടതിന് പകരം 16 അടയ്ക്കേണ്ടി വരും. അങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ പലിശ നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ലേ. ഒന്ന് മനസ്സിലാക്കി കൊടുക്കി. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോടൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആഖിറത്തിന്റെ വിഷയമാണ്. ബർക്കത്ത് പോവും. സമ്പത്ത്, പണം, പലിശയ്ക്ക് പൈസ ലോൺ എടുത്ത ഒരാള് എവിടെയെങ്കിലും വിജയിച്ച ചരിത്രം ഉണ്ടോ? ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തി, കച്ചവടം നടത്തി, വീട് വെച്ച് അല്ലെങ്കിൽ വണ്ടി എടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും, ഇത് ഖുർആനല്ല, അവന്റെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന്. യംഹഖുല്ലാഹു റിബ, പലിശയെ അല്ലാഹു തആല നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അതിന്റെ ബർക്കത്ത് എടുത്ത് കളയുമത്രേ. അർത്ഥം മാഹദുൻ അക്സറ മിൻ മാലിഹി മിനർ റിബാ, ആരെങ്കിലും പലിശയ്ക്ക് വേണ്ടി പൈസ അധികരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവന്റെ പര്യവസാനം ദാരിദ്ര്യത്തിലേ ചെന്ന് അവസാനിക്കൂ. അതാണ് എൻ്റെ അർത്ഥം. പലിശയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി തുടങ്ങിയാൽ അതിൻ്റെ പര്യവസാനം അത് എത്തിപ്പെടുന്നത് അത് ദാരിദ്ര്യത്തിലായിരിക്കും, അത് നാശത്തിലായിരിക്കും. ബർക്കത്തില്ല എന്നാ അതിൻ്റെ അർത്ഥം. ബർക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്തുണ്ടാവൂല. എത്ര കിട്ടിയാൽ ഉസ്താദേ ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല കയ്യിൽ. അപ്പോൾ ഓർത്തോ, ജസ്റ്റ് ചിന്തിച്ചു നോക്കണം, എവിടെയെങ്കിലും പലിശയുമായി ബന്ധം നിനക്കുണ്ടായിട്ടുണ്ടോ? അതാ കയ്യിൽ നിൽക്കാത്തത്, അല്ല വേറൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ പലിശ എടുക്കാത്തവനെ, ലോൺ എടുക്കാത്തവരൊന്നും വന്ന് ഗവൺമെന്റ് ഒന്നും വന്ന് സീൽ ചെയ്യത്തൊന്നുമില്ല. ഇപ്പൊ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ഗവൺമെന്റ് സീൽ ചെയ്യും. പലിശ എടുക്കുന്ന ലോൺ എടുക്കുക എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് അതിന് ആവശ്യമില്ല. ഞാൻ അതിനുണ്ടാക്കുന്ന അനുസരിച്ച്, എനിക്ക് എൻ്റെ സമ്പാദ്യം അനുസരിച്ച് ഞാൻ ജീവിച്ചു പോകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ ജസദിഹി മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ജസദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ആവശ്യമുള്ളത് എന്താണ്? അവന്റെ ജീവിതത്തിൽ അവന് ജീവിക്കാനുള്ള സമ്പത്ത്, ജീവിക്കാനുള്ളത് വേണം. പിന്നെ ശാരീരികമായി മാരക രോഗങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ അവൻ കഴിഞ്ഞുകൂടണം. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് പട്ടിണി കിടക്കാത്ത നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തികമായ ഒരു അനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഒരു ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ ദുനിയാവിലെ സമ്പന്നനേക്കാൾ മികച്ചവനാണ് അവൻ. അവൻ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയാണ്. ഇതാണ് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലേ? ഒരു ടെൻഷനും ഇല്ല. 30 നടിക്കുമ്പോൾ ബാങ്കുകാരൻ വിളിക്കൂല, ലോൺകാരൻ വിളിക്കൂല, പ്രശ്നമില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നത്, ഇഅ്മൽ ലിദുനിയ ബിഖദ്രി ബഖായിക ഫിഹാ. കുറഞ്ഞ നാളെ ദുനിയാവിൽ നീ ജീവിക്കുള്ളൂ. ആ കുറഞ്ഞ നാളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നീ സമ്പാദിച്ചോ. വഅമൽ ലിൽ ആഖിറ ബിഖദ്രി മഖാമിക ഫിഹാ. കാലാകാലം നിനക്ക് ജീവിക്കാൻ പരലോകത്ത് ഒരു സ്ഥലം നീ വാങ്ങിക്കൂട്ട്. അതെന്താ ശ്രദ്ധിക്കാത്ത ആരും?
അതെത്ര പറഞ്ഞിട്ട് ആരെ ശ്രദ്ധിക്കുന്നത്? ദുനിയാവിലെ കച്ചവടത്തിനും ദുനിയാവിലെ വീട് വെക്കാനും ദുനിയാവിലെ മക്കളെ കെട്ടിക്കാനും ദുനിയാവിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ പരിശ്രമം മൊത്തം. നമ്മൾ ആഖിറത്തിന് വേണ്ടി ഒരു വീട് വാങ്ങാൻ ആര് പരിശ്രമിച്ചിട്ടുണ്ട്? ആര് പരിശ്രമിച്ചു? പറയ് ആരെങ്കിലും ഒരാൾ. ആഖിറത്തിൽ ഞാനൊരു വീട് വെക്കാനുള്ള പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട് പടച്ചവനേന്ന്. അള്ളാഹുവേ, ഞാൻ ആഖിറത്തിൽ ഒരു വീട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുനിയാവിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇനിയും നമ്മൾ വീട് വാങ്ങിക്കൂട്ടും, വാടക വീടുകൾ വാങ്ങിക്കൂട്ടും, വാടക കിട്ടും. ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവരൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപ വരുമാനം. ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ആഖിറത്തിന് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു കൂട്ടി എന്ന് ചോദിച്ചു നോക്ക്. ചുമ്മാ ഇച്ചിരി കഞ്ഞി വെച്ചു കൊടുക്കുന്നതും 10 സമൂസ മേടിച്ചു കൊടുക്കുന്നതും വട മേടിച്ചു കൊടുക്കുന്നതൊന്നുമല്ല ആഖിറത്തിന് വേണ്ടിയുള്ളത്. ഇതൊന്നുമല്ല ആഖിറത്തിന് വേണ്ടിയുള്ളത്. ഞാൻ അവരെ സഹായിച്ചു, ഇവരെ സഹായിച്ചു, വയനാട് സഹായിച്ചു, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ആഖിറത്തിന് വേണ്ടി നിന്റെ ഇഷ്ടപ്രകാരം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അതുകൂടെ ചിന്തിക്ക്. ചില ആളുകൾക്കൊക്കെ മാസ വാടക ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. പിന്നെ അത് അടുത്ത ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി അതിലേക്ക് മാറ്റുകയാണ്, ലക്ഷക്കണക്കിന് രൂപ കിട്ടും. എന്നാൽ അൽഹംദുലില്ലാഹ് എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ളതും അതിനപ്പുറത്തൊരു 10 തലമുറയ്ക്കുള്ളതായി പടച്ചവനെ നീ ഇതുവരെ ആയുസ് തന്നിട്ടുണ്ട്, ഇതിനൊരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന തുകയ്ക്ക് ആഖിറത്തിലേക്ക് എനിക്കൊരു വീട് വെക്കണം, അതിനുള്ള ഒരു വഴി ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അധ്വാനത്താൽ സ്വന്തം പണം കൊണ്ട് ഒരു പള്ളി, ഒരു മദ്രസ, അതുമായി ബന്ധപ്പെട്ട ആഖിറത്തിന് വേണ്ടിയിട്ട് ആര് ഇതിനകത്ത് ഞാൻ മിങ്കിളിക്കാക്കൂല, ചേർക്കൂല, ആരുടെയും ഷെയർ വേണ്ട. എനിക്ക് അല്ലാഹ് തരുന്ന റിസ്ക്, അതിൻ്റെ ലാഭം കൊണ്ട് ഞാൻ ആഖിറത്തിന് വേണ്ടി വീട് സമ്പാദിക്കുന്നു. 10 പാവപ്പെട്ടവരെ വിളിച്ച് ഹജ്ജിന് വിട്. ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ട്, സാദിക്കളായ തഖ്വയുള്ളവരുണ്ട്. അവരെ കണ്ടുപിടിച്ച് 10 വരെ ഹജ്ജിന് വിട് നിന്റെ പണം കൊണ്ട്, 10 വരെ ഉംറയ്ക്ക് വിട് നിന്റെ പണം കൊണ്ട്. നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നീ സെലക്ട് ചെയ്യ്. ഇതൊക്കെ ആഖിറത്തിൽ നിനക്ക് വീട് കിട്ടുന്നതിന്റെ കാരണമാണ്. പള്ളിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, ഇൽമു പഠിക്കാൻ വഴിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത് അവർക്ക് ദീനിയായ ദുനിയവിയായ വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വഴി അത് നിന്റെ അധ്വാനം കൊണ്ട് നീ ചെയ്തു കൊടുക്ക്. ആഖിറത്തിൽ എത്ര വലിയ കൂലിയാണിതെല്ലാം. ആരോട് പറയാൻ, ആര് ചെയ്യാൻ? സ്വന്തമായി ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ നടത്താനും അതിന് സ്വന്തമായി ചെലവ് ചെയ്യാനും പണമുള്ള എത്രയോ സമ്പന്നന്മാരുണ്ട്. പക്ഷെ അവരൊന്നും ഈ പണിക്ക് ഒന്നും അവർ നിൽക്കൂല. അറബികളൊക്കെ അതുകൊണ്ടാണ് അറബികളെ കണ്ടുപിടിക്കുക. അവരൊക്കെ ഒരു വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അവർ പെട്ടെന്ന് അവരെടുക്കുന്ന നിയ്യത്തൊരു പള്ളി ഉമ്മാന്റെ പേർക്ക് വാപ്പാന്റെ പേർക്ക് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ ഹക്ക് അവർ നിർവഹിക്കുകയാണ്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ, ആ ഹക്ക് അവർ നിർവഹിക്കുകയാണ്. അവരുടെ സമ്പത്തിന് അതാണ് ബർക്കത്ത്. ആ പള്ളികളൊക്കെ ഒന്ന് പോയി നോക്കി, എത്ര മനോഹരമാണ്. ആരുമില്ല അതിനകത്ത്, ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ പണമാണ്, അദ്ദേഹത്തിൻ്റെ സമ്പത്താണത്. പള്ളികൾ കെട്ടിക്കൊടുക്കുക, റാഹത്തായ പള്ളികൾ. എത്ര പേര് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ സവാബ് എവിടെ കിട്ടുന്നു? വ്യക്തമായ ഹദീസല്ലേ, മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ഫിൽ ജന്ന ബൈതൻ ഫിൽ ജന്ന. വളരെ വ്യക്തമായ ഹദീസ. ദുനിയാവിൽ നിങ്ങൾ ഒരു വീട്, അള്ളാഹ്ക്ക് ഒരു വീട് വെച്ചുകൊട്, ആഖിറത്തിൽ നിങ്ങൾക്കൊരു വീട് ഉറപ്പാണ്. ചെയ്തു കൊടുക്കി. അള്ളാഹ് 10 ലക്ഷം വരുമാനം തരുന്നില്ലേ മാസം തോറും? ഒരു വർഷത്തിൽ 1,20,00,000 രൂപ തരുന്നില്ലേ? ഒരു 30 ലക്ഷം രൂപ വെച്ച് ചെറിയ ഗല്ലികളിൽ, ഗ്രാമങ്ങളിൽ, ചെറിയ പഞ്ചർ ബസ്തികളിൽ, ആരുമില്ലാത്ത സ്ഥലത്ത് അവിടെയൊക്കെ പള്ളികൾ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാരുണ്ട്, നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയാലുണ്ട്. പള്ളിയില്ല, ചെറിയ ഷെഡുകളിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. പോയി 10 ലക്ഷം രൂപയ്ക്ക് ഓരോ പള്ളി വെച്ചുകൊടു, 10 പള്ളി വെച്ചുകൊടു, നിനക്ക് ആഖിറത്തിൽ അല്ലാഹ് വലിയ കൊട്ടാരം തരും, പാലസ്. ഈ പണം കൊടുത്ത് സ്വർഗം വാങ്ങ്. ഉള്ള പണം വീണ്ടും ദുനിയാവിനെ വാരിക്കൂട്ടാനാണ്. ബർക്കത്ത് ഉണ്ടാവില്ല ഹബീബേ. അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെടുത്തരുത്. ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്കൊരു ബാധ്യതകളും ഇല്ല, പലിശയുമായി വലിയ ബന്ധങ്ങളില്ല,
ബാങ്കുമായിട്ട് ബന്ധങ്ങളില്ല. ബാങ്കുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പൈസ വരാനും പോകാനും ഇതൊക്കെ നമുക്ക് ബാങ്ക്. അപ്പോൾ അത് നമ്മൾ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പൈസ നമ്മൾ അവർക്ക് പോയി ചോദിച്ചാൽ മതി. എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ചോദിക്കണം. നമ്മളത് കളയൊന്നും വേണ്ട. ആ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ പോയി അവിടുത്തെ വെച്ചാൽ അവരത് കറക്റ്റ് കണക്ക് പറഞ്ഞു തരും. ആ പൈസ എടുത്തിട്ട് ഏതെങ്കിലും ലക്ഷം വീട് കോളനിയിലോ ഏതെങ്കിലും സാധുക്കൾക്ക് നീയത്തൊന്നും ഇല്ലാതെ ചുമ്മാ ജസ്റ്റ് കൊണ്ട് കളഞ്ഞേക്കണം, അവർ കൊടുത്തേക്കണം. പലിശയുടെ പൈസ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എല്ലാം കൂടെ കണക്ക് കൂട്ടി ഈ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ടേൺ ഓവർ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴത്തെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 1,20,000 പലിശയുടെ പൈസ ഉണ്ട്. എടുത്തിട്ട് ഏതെങ്കിലും സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. ക്യാൻസർ രോഗികൾ, മറ്റ് വൃക്ക രോഗികൾ, പാവപ്പെട്ടവർ, ഏതോ ഗല്ലികളിലൊക്കെ കഴിയുന്നവരില്ലേ, അവർക്കൊരു നീയത്തൊന്നും വേണ്ട, ഒരു നീയത്തും വെക്കരുത്. കൊടുത്തിട്ട് ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യണം കേട്ടോ, പോയി. ആ ദുആ ചെയ്യണമെന്നൊരു വാക്ക് പോലും പറയരുത്. അത് കളയേണ്ട പൈസ ആണ്. അപ്പം നമ്മളത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല. ഇനി ആരെങ്കിലുമൊക്കെ ലോൺ എടുത്ത് പൈസ ഇടങ്ങേറായി ബുദ്ധിമുട്ടിരിക്കണം, ആ പൈസ എടുത്ത് ഇവർക്ക് കൊടു. ആ ലോൺ അടച്ച് തീർത്ത്, ആ പലിശ അടച്ച് തീർത്ത് ഇടപാട് തീർക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പണം നമ്മൾ ചിലവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും.